പിടിച്ചില്ലല്ലാത്ത ഇവനെ ഇത് പറയുന്നു മസ്താനി കൂടുതൽ മിണ്ടണ്ട. അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നോണ്ട് കൊണ്ട് തന്നെ എന്നോട് പലരും മിണ്ടുന്നില്ല. സമയം അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടനതൊരു പുത്തരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങൾ എങ്ങനെ നേരിടുന്നത്? അത് സത്യം ഭയങ്കര തപ്പ്. അല്ല, ഇതിപ്പം ഈ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് എന്തിനാ പ്രതീക്ഷിക്കുന്നുണ്ടോ? സലീം ഹോംസിന് ഒരാഴ്ച മറ്റേ ചിത്രം പടത്തിലെ വിഷ്ണു വേണം, വിഷ്ണു നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ വള എന്ന ചിത്രം പ്രേക്ഷകരുടെ മാത്രമല്ല നിരൂപകരുടെയും മുക്തകണ്ഠമായിട്ടുള്ള പ്രശംസ നേടിക്കൊണ്ട് ഇന്ന് കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഫാസ്റ്റ് ഫില്ലിങ്ങും ഹൗസ് ഫുൾ ഷോകളുമായിട്ട് മുന്നേറുകയാണ്. കഠിന കടോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിന് ശേഷം മുഹാസിൻ സംവിധാനം ചെയ്ത ചിത്രം, ഹർഷദ് തിരക്കഥ ഒരുക്കിയ ചിത്രം, ഗോവിന്ദ് വസന്ത സംഗീത സംവിധാനം ചെയ്ത ചിത്രം, നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസനും ലുക്മാനും ശീതളും രവീണ രവിയും ഗോവിന്ദ് വസന്തയും ഒക്കെ അഭിനയിച്ച ചിത്രം. എല്ലാവരുടെ അഭിനയത്തിനും എല്ലാ സൈഡിൽ നിന്നും, ടെക്നിക്കൽ ക്രൂസിനും സംവിധാനത്തിനും ഒക്കെ എല്ലാം, മ്യൂസിക് ഡയറക്ഷനും ഒക്കെ തന്നെ എല്ലാ സൈഡിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മീഡിയയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ മുഹാസിൻ സംവിധായകൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കുന്നത്. എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഭയങ്കര സന്തോഷം തോന്നുന്നത്. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, കഠിന കടോരമി അണ്ടകട എന്ന് പറഞ്ഞിട്ട്. അത് സത്യത്തിൽ തിയേറ്ററിൽ അത്ര വർക്കായിരുന്നില്ല പടം. പക്ഷേ OTT ഇറങ്ങിയ സമയത്ത് വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും നല്ല റിപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ടെൻഷനും ഒരു സങ്കടവും വേദനയും ഒക്കെ ഭയങ്കര ഭീകരമായിരുന്നു. കാരണം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ചെയ്യാന്ന് പറയുന്നത് ഒരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് നമ്മളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, നമ്മളതിന് എഫേർട്ട് എടുക്കുന്നു, നമ്മൾ സിനിമ ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും ഒക്കെയാണ് സിനിമ ചെയ്യുക എന്ന് പറയുന്നത്. അത് ചെയ്തിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അതിൻ്റെ റിസൾട്ട്, ചില ഡയറക്ടേഴ്സ് റിസൾട്ടിൽ ബോധേഡാവാറില്ല. പക്ഷേ എന്നിരുന്നാലും റിസൾട്ട് ഉണ്ടാകുമ്പോൾ, നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടുമ്പോൾ, നമ്മളെ ആൾക്കാർ അംഗീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വളരാനും മുന്നോട്ട് പോകാനും ഒക്കെ അത് ഭയങ്കരമായിട്ട് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. രണ്ടാമതൊരു പടമായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് തിയേറ്ററിൽ അതെങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അതുതന്നെയായിരുന്നു ഞാനും ഗോവിന്ദും അല്ലെങ്കിൽ ലുക്കും ധ്യാനും എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തതും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് സിനിമനെ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതും ഒക്കെ ഇപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ, നല്ല റിവ്യൂസ് വരുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന അവസരങ്ങളിൽ അടുത്ത സിനിമ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ തിയേറ്ററിലേക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള സാധനം ഇനിയും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നൊക്കെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ലുക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് ഡിസ്കഷൻസിന് ശേഷമാണ് ധ്യാനിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനിൻ്റെ ഫേസസ് നമ്മൾ എപ്പോൾ കാണുമ്പോഴും ധ്യാൻ എപ്പോഴും ഒരു ക്യൂട്ട് ഫേസ് ഉണ്ട്, നമ്മളൊക്കെ കയ്യിലെടുക്കാവുന്ന ഒരു ധ്യാനുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അയാളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂക്കഡ് ഫേസും ഉണ്ട്. ആ ഫേസ് എനിക്ക് സത്യത്തിൽ വേണ്ടിയിരുന്നു. അതാണ് ധ്യാനിലേക്ക് എത്താനുണ്ടായിട്ടുള്ള റീസൺ. കഠിന കടോരമി അണ്ടകടത്തിന് ശേഷം വീണ്ടും ഗോവിന്ദ് വസന്ത, അപ്പം ഇദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പടത്തില്.
എന്താണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള ഒരു പ്രചോദനം? ആക്ച്വലി ഗോവിന്ദാണ് എൻ്റെ സോൾമേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഡയറക്ടർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എഡിറ്റർ ഒരു വലിയ ഫാക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ ഒരു വലിയ ഫാക്ടറാണ്, ആൻഡ് ക്യാമറമാൻ. ഡയറക്ടറുടെ കണ്ണാണ് യഥാർത്ഥത്തിൽ ക്യാമറമാൻ. സെക്കൻഡ് ഡയറക്ടർ ഓഫ് ഫിലിമാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രകാരം എഡിറ്റർ. പിന്നെ വരുന്നത് മ്യൂസിക്. മ്യൂസിക് എപ്പോഴും ലൈഫ് കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിക്ക് അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രൂപത്തിന് ലൈഫാണ് യഥാർത്ഥത്തിൽ മ്യൂസിക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കഠിന കടോരമി അണ്ടകടാമം എന്ന് പറഞ്ഞ പടം യഥാർത്ഥത്തിൽ ഗോവിന്ദ് ജീവൻ കൊടുത്തിട്ടുള്ള സിനിമയാണ്. ഗോവിന്ദിൻ്റെ ജീവൻ അതിൽ കൃത്യമായിട്ട് നമുക്ക് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത്രമാത്രം ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഗോവിന്ദ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരുന്ന സമയത്തും എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദ്. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കുന്നതും ഗോവിന്ദ് ചിന്തിക്കുന്നതും ഒരേപോലെ ആയി വരാറുണ്ട് പലപ്പോഴും എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി അങ്ങനെയാണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. ഗോവിന്ദിനെ അഭിനയിപ്പിക്കണം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാമിയോ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിലാണ് ആ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിന് ആര് വേണം? നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗെറ്റപ്പുള്ളൊരു മനുഷ്യനായിരിക്കണം, പക്ഷെ സ്റ്റാർഡം ഉണ്ടാവാൻ പാടില്ല. സ്റ്റാർഡം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കുറച്ചും കൂടെ സംഗതികൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരാൾ എന്നാൽ ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഉണ്ടാവണം എന്ന് തോന്നിയ സമയത്താണ് ഗോവിന്ദിലേക്ക് പതുക്കെ ഡൈവേർട്ടായിട്ട് ചർച്ച വന്നത്. ഗോവിന്ദിനെ നമ്മൾ കണക്ട് ചെയ്തു. ഗോവിന്ദിനെ കണക്ട് ചെയ്യുമ്പോൾ സ്വതവേ മടിയനായിട്ടുള്ള മനുഷ്യൻ എന്താണോ പറയാനുള്ളത് ഇല്ല 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 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അഭിനയിക്കാൻ, പക്ഷെ മടിയാണ്, വരില്ല, അയാളുടെ പണി അതല്ല എന്നാണ് അയാൾ പറയാറുള്ളത്. പിന്നെ എനിക്കുള്ള സംഗതി എന്താ വെച്ചാൽ ആ ക്യാരക്ടറിനെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഭയങ്കര പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്, ഗോവിന്ദും പീക്കി ബ്ലൈൻഡേഴ്സ് ഫാനാണ്. തോമസ് ഷെൽബിയാണ് അയാളുടെയും എൻ്റെയൊക്കെ ഒരു മോഡ്. അപ്പോൾ അത് തന്നെയായിരുന്നു ആ ക്യാരക്ടറിൻ്റെ റെഫറൻസ്. അപ്പോൾ ഞാനത് വളരെ നൈസായിട്ട് ഗോവിന്ദിൻ്റെ വൈഫ് രഞ്ജുവിനോട് അവതരിപ്പിക്കുകയും ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ ബ്രീഫിങ് കൊടുക്കുകയും ചെയ്തതോട് കൂടിയിട്ട് രഞ്ജു എക്സൈറ്റഡ് ആവുന്നു. അന്ന് രഞ്ജു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അന്ന് രഞ്ജു ഗോവിന്ദിൻ്റെ അടുത്ത് പ്രഗ്നൻസി വിഷയമായിട്ടാണ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഗോവിന്ദിന് വേറെ ഒന്നും ചെയ്യാനില്ല, അയാൾ വരുന്നു, അഭിനയിക്കുന്നു. ശേഷം ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരെ കൊണ്ടും നിരൂപകരെ കൊണ്ടും ഇത് വേറിട്ട ലെവൽ എന്ന് പറയിപ്പിച്ച, തൻ്റെ അഭിനയം എന്ന് പറയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ധ്യാൻ ശ്രീനിവാസൻ, പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ച്, നിരൂപകരുടെ അഭിപ്രായത്തെക്കുറിച്ച്. അവർക്ക് ഉണ്ണിക്ക് 5 ലക്ഷം കൊടുത്തു, അല്ലേ? അല്ല, ധ്യാൻ എപ്പോഴും ആരെയും കളിയാക്കാറില്ല. ഇപ്പൊ സിനിമയെ ആരും കളിയാക്കിയാലും, ധ്യാനിന്റെ സിനിമകളെ കളിയാക്കിയാലും ധ്യാൻ ആരെയും തിരിച്ചങ്ങനെ എല്ലാരും സംശയം അതാണ് അല്ല അവരൊന്നും അങ്ങനെ ചെയ്യില്ല. നിനക്കൊക്കെ സംശയമുണ്ട്, അജ്മൽ നിനക്ക് ഡൗട്ട് ഉണ്ടായില്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ? അവരൊന്നും അങ്ങനെ വായിച്ചു വാങ്ങിച്ചിട്ടൊന്നും ചെയ്യുന്ന ആൾക്കാർ, വളരെ ജെനുവിനായിട്ട് സിനിമയിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? അവര് ലെവലേശം അതിനുവേണ്ടി ഇത് കൊണ്ടുവെക്കൂല. ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് അല്ല, എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ, നമ്മുടെ സിനിമകൾ എന്തായാലും കാണും. പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്കൊന്ന്, പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം റിവ്യൂസില് മെയിൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പൊ അവർക്ക് 2 പേർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട്. ആ ലക്ഷത്തിന് ഒരു 50,000 അല്ലെങ്കിൽ അതിന്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലോ. അല്ല, കുറച്ച് പേരെ വന്ന് സിനിമ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട്. കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത്, ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട്. ഓണം കഴിഞ്ഞു, അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം. കാരണം ഇതിലൊരു
ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മേക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പരിധി വരെ അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം, ഞാനാണ് ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ, അത്തരം സിനിമകൾ മാത്രം ഉണ്ടായ പോലല്ലോ. അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം, ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുപുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം. അപ്പം ഇൻഡസ്ട്രിയെ എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോകും. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്രിട്ടിക്കലി ഇതിനെ വലിയ രീതിയിലുള്ള ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് കിട്ടി. പക്ഷേ ഇനി ഓർഗാനിക്കായിട്ട് വരേണ്ട ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിയൊക്കെ വന്ന് ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തായാലും ആ സൈഡ് നമ്മൾ സേഫ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും വരുന്ന ചോദ്യമാണ് അശ്വതിന് ഇഷ്ടമായില്ലല്ലോ, മറ്റേ ഇവർക്ക് ഇഷ്ടമായില്ല. ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അവർ രണ്ടുപേരും നല്ല റിവ്യൂ അവർക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അവർ എല്ലാ കാലവും അവരൊക്കെ തന്നെ നല്ല സിനിമ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ അവരെ കുട്ടിയൊക്കെ എപ്പോഴും പറയാനുള്ളത് ഇതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അശ്വതിന്റെ ആയിക്കോട്ടെ അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ബാക്കി സിനിമ കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എന്തായാലും ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെങ്കിലും പോയിട്ട് സിനിമ കാണണം. എന്തായാലും നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് കുറച്ചുകൂടെ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കും. ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ്, ഇതിൽ എല്ലാത്തരം ആൾക്കാരും, കേരളത്തിലെ എല്ലാ സെന്റേഴ്സിൽ നിന്നുള്ള ആൾക്കാരും കൃത്യമായി ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ അവർ ധ്യാൻ ചെയ്തിരിക്കുന്ന റോള് ഏറ്റവും ഡീസന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന, ഏറ്റവും ഗംഭീര അഭിപ്രായം ആണ് എല്ലാ സ്ഥലത്തു നിന്നും വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ആക്ച്വലി ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിരുന്നത് എന്താണ് മുഹാസിന്റെ ഈ പടം വള ചെയ്യാനുള്ള പ്രചോദനം? എനിക്ക് ഇപ്പോഴും ഇതിന്റെ കഥ ഫുള്ളായിട്ട് എനിക്ക് മനസ്സിലായി വരുന്നുള്ളൂ. വാസിന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ ഒരു കഥ ഐഡിയ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്കിതുവരെ ഇപ്പൊ ഇവരിങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത്, നമ്മുടെ അടുത്തേക്കൊക്കെ ഇതുപോലത്തെ സാധനമൊക്കെ വരുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനം നമ്മൾ വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ അപ്പൊ നമുക്കൊരു കൗതുകം തോന്നും. ലുക്കുവിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു സാധനം. അപ്പോ ലുക്കുവിനെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വഴി ഇവനെ എനിക്ക് കഥകളിലൂടെയൊക്കെ അറിയാം. അപ്പൊ ഇവന്റെ കൂടെ ഒരു സിനിമ ചെയ്യാം എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു കൗതുകം. അപ്പൊ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഹർഷദൊക്കെ എഴുതുന്നു. മോസി കഠിനത്തിനെ കുറിച്ചൊക്കെ കഠിനം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബേസിൽ വഴിയൊക്കെ എനിക്ക് നമുക്ക് അറിയാം. അപ്പം ഒരുപാട് സ്നേഹം, സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയോട് വളരെ സ്നേഹമുള്ള ആൾക്കാരോട് സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ലുക്കിന്റെ ഒരു ഐഡിയ പറയുമ്പോഴും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവൻ ഇതിനോടുള്ള അല്ലെങ്കിൽ അവൻ്റെ ഒരു അപ്രോച്ച് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധായകരോട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അവര് നമ്മൾ തക്ക സമയത്ത് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എന്താ പറയണ്ട ഓഫ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളെ വന്ന് പറഞ്ഞു തരികയും ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഇതൊന്ന് ഇതാവുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് കംപ്ലീറ്റ്ലി മോസിയുടെ മാത്രം ക്രെഡിറ്റിൽ പോകുന്നതാണ് ഈ പറയുന്ന. കാരണം കഥ ഒരു ഐഡിയ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഓരോ ഘട്ടമായിട്ട് എനിക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങൾ എന്താണ്, സീൻ എന്താണെന്നുള്ളതിന് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നില്ല. കാരണം ആദ്യം ചെയ്യുമ്പോൾ നമുക്കറിയില്ല, നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല ഇത്തരം. പക്ഷെ പുള്ളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്കൻഡ് തൊട്ടിട്ട് എന്നോട് പറഞ്ഞു ആൾ ചെയ്ത് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നന്നായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വിശ്വാസം ഇപ്പോൾ തിയേറ്ററിൽ വരുമ്പോഴും ആൾക്കാർ നല്ലത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇതില് പ്രത്യേകിച്ച് ഓൺലി ഹിറ്റ്സ് ലുക്മാൻ ഇതിൽ ഓരോ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്മാൻ ആണ് ഈ ചിത്രത്തിൽ. പക്ഷെ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെ കുറിച്ച് പറയാനുള്ളത് ഈ കഥാപാത്രത്തെ കുറിച്ച്? എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ, സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവർ അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ്. അപ്പം അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട്. ആളുകൾ തിയേറ്ററിൽ വരുന്നു,
രഞ്ജന പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിലെത്തുക. അത് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്. പിന്നെന്താ ഇതിനകത്ത് ഇത്രയും ചെയ്യാനുള്ളത്, ഇതിൽ വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മേമുമായിട്ടുള്ള കോമ്പിനേഷൻസ് അത് പറയുന്നുണ്ട്. അല്ല അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതൊക്കെ മുഹാഷിന്റെ ക്രെഡിറ്റിൽ പോണ തന്നെയാണ്. അത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഒരു പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ മുഹാഷിന് മറ്റൊരു പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും ഒരു നല്ല ആക്ടർ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മറ്റത് നമ്മൾ തന്നെ ആവും. നമ്മളല്ലാതെ ഒരാളായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മോൾഡ് ചെയ്ത്, അല്ലെങ്കിൽ അത് വേണ്ട, അത് സ്ഥിരം ചെയ്യണമല്ലേ, ഇത് ഒന്ന് മാറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പുതിയൊരാളായിട്ട് നമുക്ക് തോന്നും. അത് ഡയറക്ടർക്കാണ് ഫുൾ ക്രെഡിറ്റ്. അല്ല, എല്ലാവരും ഞെട്ടിയിരിക്കുന്ന സംഭവം വെച്ചാൽ ഇത്രയും നാൾ ഇത്രയും കോൺടാക്ട് ഉണ്ടായിരുന്നിട്ട് ഗോവിന്ദ് സ്ക്രീനിന്റെ മുമ്പിൽ വന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ട് സ്ക്രീനിൽ വന്നിരിക്കുന്നു. അത് പ്രേക്ഷകര് കാണേണ്ട എന്താണ് ചെയ്തിരിക്കുന്നത്, അതും വളരെ നീറ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അഭിനയിക്കണമെന്ന്? ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കോണ്ടാക്ടിന്റെ ഹലോ വയർലെസ് കട്ടാവുന്ന പോകുന്നത് അങ്ങനെ കോണ്ടാക്ട് ബേസിൽ അഭിനയിച്ചതല്ല. എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. മുഹാഷൻ വളരെ ക്ലോസ് ഫ്രണ്ടാണ് എൻ്റെ. അങ്ങനെ കൊണ്ട് മാത്രമാണ് പടത്തിലെ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് കേട്ട് അഭിനയിച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയല്ല ഇത്. ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ പരിപാടിയാണ്. പിന്നെ പടത്തിന്റെ മ്യൂസിക് വളരെ മുമ്പ് തൊട്ടേ എനിക്കിതിന്റെ ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ അറിയാമായിരുന്നു. ഞാനും മോശം ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളത് തിയേറ്റർ ഫിലിമായിട്ട് തന്നെയാണ് ഇതിനെ തുടങ്ങുന്നതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഠിനത്തിൽ നിന്നും എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മൂവി ലാംഗ്വേജാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കഠിനത്തിന്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല. ഡയറക്ടർ സൈഡായാലും മ്യൂസിക് സൈഡായാലും ഒക്കെ വേറെയാണ്. ഡയറക്ടർ ഞാൻ എപ്പോഴും ഓർമ്മ ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. അതിവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പം മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കാരണം എല്ലാവരുമായിട്ട് ഞാൻ കോമ്പിനേഷൻ ശീതൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളവരായിട്ട് കോമ്പിനേഷൻ. അതിൽ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത് മോസിയുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ മോസി എന്താണോ പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല പണിയറിയാവുന്ന ആൾക്കാരോട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആസ് ആക്ടേഴ്സ് നമുക്കും വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ അവർ കൃത്യമായിട്ട് നമ്മളെ എവിടെയൊക്കെ പാളിച്ചകളുണ്ട്, ഇത് നെറ്റ് ലുക്ക് പറഞ്ഞാൽ ഇത് നീ അത് ചെയ്യണ്ട, ഇത് നീ അത് ചെയ്തിട്ടുണ്ട്, ഇത് വേണ്ട, ഇത് റിപ്പീറ്റ് ആവുന്നു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി നമ്മളെ ഫീഡ് ചെയ്യുകയും നമ്മളെ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ നമുക്ക് കാരണം ഇതിപ്പോൾ നിത്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം ചെയ്തു പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ 1-2 ഭാഗങ്ങളിൽ ഒതുക്കും. അപ്പോൾ അവർ പറയാം പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ത്രൂട്ട് ആ പടത്തിൽ അത് വെച്ച് പിടിക്കും. പക്ഷെ ഇത് ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ഇതിൻ്റെ ഇതിന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഉഴപ്പാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പി ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അശ്വന്ത് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും. പബ്ലിക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളും അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു. ഒരു കുഞ്ചലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. അപ്പോൾ നമ്മൾ കുറച്ചായി സംസാരിച്ചിട്ട് പക്ഷെ നാളെ പറഞ്ഞു മോശം പറയുമ്പോൾ ഇതിനേക്കാളും മോശം പറയും. അത്രേ ഉള്ളൂ. അതിനങ്ങനെ ഉണ്ടാകും. ഇല്ല, പുള്ളി അയർലൻഡിൽ ഒരു ഷോന് പോയി. അപ്പോൾ ഇവിടെ ഇല്ല. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഫൈറ്റ് ആണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു? അതിനുള്ള എഫേർട്ടൊക്കെ എന്റെ കൈ പോയത് അങ്ങനെയല്ലേ. കഴിഞ്ഞ വർഷം മറ്റേ ഇതിനൊക്കെ ബാഡ് ബോയ്സിനൊക്കെ വരുമ്പോൾ ഞാൻ പ്ലാസ്റ്റർ കിട്ടുമല്ലോ, ഓർമ്മയില്ലേ? അത് ഇവനെ അടിച്ചടിച്ചത് കൈതാണ്. കാരണം അവനെ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോ അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ, അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടോ തീർക്കാനുണ്ടായത് എന്റെ നെഞ്ചത്താണ് തീർത്തത്. ഞാൻ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒന്ന് ആ സമയം പല സിനിമ ഒന്ന് ചെറുങ്ങനെ ശരിക്കും കരാട്ട പഠിച്ചിട്ടുണ്ടായിരുന്ന?
മൈക്ക് എടുത്തടാ. ഇത് കരാട്ടക്കാരൊന്നും ഇങ്ങനൊന്നും അടിക്കൂല. അവർക്ക് ടൈമിംഗ് ഉണ്ടാവും. കരാട്ടക്കാരൊന്നും ആരും ഉപദ്രവിക്കില്ല. ഇല്ല, ശരിക്കുള്ള അടിയാ. പിന്നെ ഈ അടി എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ. വാങ്ങുമ്പോൾ ഒരു ടൈമിംഗ് വേണല്ലോ. എല്ലാം വേണം. ഷോട്ടില് പോലും ഇല്ല. ഷോട്ടില് എന്തായാലും എത്ര കിട്ടിയല്ലോ. അതിന്റെ മലയാളികൾ ആദ്യമായിട്ടാണ് ധ്യാൻ ചേട്ടന്റെ ഒരു വില്ലനിസം കാണുന്നത്. കുറച്ച് സൈക്കോ സ്മൈല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ മൈക്ക് കൊടുത്തടാ. മൈക്ക് എന്ത് കാണൂല. അല്ല, അതാണ് ചോദ്യം തന്നെയായിരുന്നു. അതായത് സൈക്കോ സ്മൈൽ ഉണ്ടായിരുന്നു, അതിന് എക്സ്ട്രാ കയ്യടി ഉണ്ടായിരുന്നു. എവിടെ? കാര്യമായിട്ടും കണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇപ്പൊ? അല്ല, അതെ അതിനെ എങ്ങനെ വന്നതെന്നുള്ളതാണ് ചോദിക്കുന്നത്. എങ്ങനെ ഈ വില്ലനിസം എങ്ങനെ കാണിക്കുന്നു എന്നാണ് ചോദ്യം. ആദ്യമായിട്ടാണല്ലോ ഇത് അറിഞ്ഞിട്ടിപ്പൊ എന്തിനാ? എടാ, അതൊക്കെ സംവിധായകൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും, ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും, അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും. അപ്പൊ പുള്ളിയൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും. പിന്നെ നമ്മളിതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ മാറി നിൽക്കും, പ്രാർത്ഥിക്കും, ദൈവമേ ഇത് ശരിയാവണേ കിട്ടണേ എന്ന് പ്രാർത്ഥനയാണ്. കാൽസറൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങനെ എടുക്കുക. യൂണിവേഴ്സ് തരും. അല്ല, കേട്ടിരുന്നതാണ്. അതില് ചില സിനിമകളില് ധ്യാൻ ചേട്ടൻ എക്സ്ട്രാ എഫേർട്ട് ഇടാറുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പൊ ചില അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷത്തില് അങ്ങനെ ചില പടങ്ങളിൽ. അപ്പൊ ഇതിലങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എക്സ്ട്രാ എഫേർട്ട്. ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ സിനിമ അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക, നമ്മളൊരു കംഫർട്ട് സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും. പിന്നെ ഈ പ്രോജക്റ്റിനൊക്കെ ഗുഡ് വിൽ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമക്ക് ഒരു ഗുഡ് വിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാൽ. അപ്പൊ അത് നമ്മളെ ഭയങ്കര ടെൻഷൻ അടിച്ചു, നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ചെയ്ത സിനിമയൊന്നുമല്ല. ഭയങ്കര സന്തോഷിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആയിക്കോട്ടെ, നമ്മള് നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിന്റെ പുറകിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത്. ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ, അങ്ങനെ ഒരു ഗുഡ് വിൽ ഈ സിനിമക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും ശരി. ഓടിച്ചില്ലല്ലോ ഇത് പറയുന്നു മസ്താനി ഇവിടെ മിണ്ടണ്ട. അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നോണ്ട് കൊണ്ട് തന്നെ എന്നോട് പലരും മിണ്ടുന്നില്ല. സമയം മലയാള സിനിമയില് ആദ്യമായിട്ടാണ് ശാന്തികൃഷ്ണ മാമും വിജയരാഘവൻ സാറുമായിട്ട് പേരിംഗ് കപ്പിൾ ആയിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. മാമിന്റെ ഒരു ഗംഭീര പ്രകടനം തന്നെ ചിത്രത്തില് ഇപ്പം എല്ലാവരും ശ്രദ്ധയോടെ തന്നെ നിരവധി പ്രേക്ഷകർക്ക് പറയുന്നു. മാം, ഈ ചിത്രത്തിലെ കഥാപാത്രത്തെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് മാം രണ്ടു വാക്ക് സംസാരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോറി ഡിലേ ആയതിന്. ഞാൻ ഒരു ഡ്രസ്സ് കാണുമ്പോൾ ഒരു ഓണ പരിപാടി ഉണ്ടായിരുന്നു, ലേറ്റ് സെലിബ്രേഷൻസ്. അടുത്ത വർഷത്തേക്ക് കുറച്ചുകൂടി ഏർലി. അപ്പോൾ അതിന് വേണ്ടി പോയിട്ട് ജസ്റ്റ് സോറി. ഇപ്പോൾ കേൾക്കാം, നല്ല കേൾക്കാമല്ലോ, മൈക്കില്ലെങ്കിലും കേൾക്കാം എൻ്റെ വോയിസ്. ഇതിപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഞാനും കുട്ടേട്ടനും അഭിനയിക്കുന്നത് ഒരുമിച്ച്. പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഇതിൽ ആരുടെയും ഹീറോയിൻ്റെയോ അമ്മയൊന്നും അല്ല. അല്ലെങ്കിൽ സ്ഥിരം അങ്ങനെയാണ് സാധാരണ എന്നെ വിളിക്കാറ്. പക്ഷേ ഈ പടത്തിൽ വേറൊരു സെപ്പറേറ്റ് ഇതാത്താണെന്ന് പറയും പാത്തു. അപ്പോൾ ആ ക്യാരക്ടർ മാസം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് എന്ന്. കാരണം
എനിക്ക് അതിനൊരു കുറച്ച് സ്ക്രീൻ സ്പേസ് ആണെങ്കിൽ പോലും അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ ഐ തിങ്ക് അതൊരു ഡിഫറെൻ്റ് ആണ്. എത്രയോ കുറേ സമയത്തിന് ശേഷം ഒരു പടം റിലീസ് ആവുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നോട്ടബിൾ ആയിരുന്നു. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് ഞാൻ ഇന്നലെയാണ് ഇപ്പോൾ പടം കണ്ടത്. ഐ ലൈക്ക് രാത്രി ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കണ്ടില്ല. ഇന്നലെ രാത്രി 11 o'clock ഷോ പോയി കണ്ടു. ഇപ്പൊ മനസ്സിലായ മലയാളത്തിലാ പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ പിള്ളേര് ചങ്ങനോളം എന്നുള്ള സ്ഥലത്ത് നിന്ന് പോസ്റ്റർ പോലും ഒട്ടിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ നായകനായിട്ട് വരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഉണ്ടാകുന്നുള്ള സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്നു, മമ്മൂക്കയുടെ കൂട്ടത്തിൽ ചെയ്യുന്നു. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ലുക്കുമാൻ്റെ പോലീസ് സ്റ്റേഷനിൽ. പവാള എന്നുള്ള സിനിമയിൽ നായകനായിട്ടും അതും ഒരു സംഗീതകാരൻ പോലീസിൻ്റെ വേഷത്തിൽ. ഈ യാത്ര എങ്ങനെ നോക്കുന്നു? ലുക്കുമാൻ എന്നുള്ള നടനെ ലുക്കുവിൻ്റെ സുഹൃത്തുക്കളാണോ കണ്ടെത്തിയത്, അതോ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര? അതൊന്നിട്ട് പറയാം. അല്ല, ശരിക്കും പോസ്റ്റർ ഒട്ടിക്കാത്ത ചങ്ങനകുളത്തല്ല, ഉദിനപ്പറമ്പുണ്ട് എൻ്റെ സ്ഥലം. ചങ്ങനകുളത്തിൽ ചിലപ്പോൾ എൻ്റെ ശരിക്കും സ്ഥലം ഉദിനപ്പറമ്പ് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അവിടെ ആണ് വരുന്നത്. അല്ല, ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഉണ്ടായില്ല, പോലീസ് വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ യാത്ര എങ്ങോട്ടൊക്കെ ചോദിച്ചാൽ അറിയില്ല, അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ സിനിമകൾക്ക് നമ്മളെ ചൂസ് ചെയ്യുന്നു, നല്ല സിനിമകൾ ഉണ്ടാകുന്നു, നല്ല സിനിമ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓക്കെ ഇനി അങ്ങനെ വേണം ഇനി ഇങ്ങനെ വേണം എന്നുള്ളൊരു രീതിയിലൊന്നുമല്ല. ഇതൊരു ലെഗ് ഫാക്ടർ കൂടി ഉണ്ട്. ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഭയങ്കര ഭാഗ്യമുള്ള ഒരു ആക്ടറാണ്. അതായത് അത്തരം സിനിമകൾ കിട്ടുന്നു, അത്തരം ക്യാരക്ടേഴ്സ് കിട്ടുന്നു, അതിങ്ങനെ വിജയമാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ടീക്കോട്ടെ ഒരു പടത്തിൽ ലുക്കുമാൻ ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പെണ്ണ് ഇങ്ങനെ മഷി കിട്ടാതെ അല്ല, അതിൽ നിന്ന് ഇപ്പോൾ അപ്പൊ അതിൽ നിന്ന് വളരെ നല്ല സിനിമയിൽ ഇപ്പോൾ വേഫറാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ കമ്പനി ഓൾറെഡി മറുവശത്ത് പടം പീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോക എന്നുള്ള സിനിമ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് തന്നെ, അത് ഈ ശരിക്കും ഈ തല്ലുമാലയും സുലേഖ മനസ്സിലൊക്കെ ഇറങ്ങിയപ്പോൾ DQ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇങ്ങനെ കൊള്ളാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ കയ്യിലൊരു ചെറിയ ഷോട്ടിലുണ്ട് പറഞ്ഞപ്പോൾ പുള്ളി അത് നീയായിരുന്നാ എനിക്ക്, എന്നിട്ട് പുള്ളി ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്നിട്ടിപ്പോൾ DQ എടുക്കാന്ന് പറഞ്ഞു. അതൊരു ടീമാണ്, അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ്. ഇപ്പോൾ DQ ഒന്നായിരിക്കില്ല അത് കണ്ട് അത് അവര് പക്ഷെ സെലക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോകം കൂടി വന്നതോടുകൂടിയിട്ട് അവർ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വിശ്വാസവും പ്രതീക്ഷയൊക്കെ കൂടിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ അവർ അതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണർ, വേറെ തന്നെ സ്റ്റേറ്റ് മൂവിയാണല്ലോ. അപ്പോൾ അതവർ ചെയ്യാനെടുക്കുന്നു എന്നുള്ളത് അവരാണ് ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. അത് ഞങ്ങൾക്കും അത് ഭയങ്കര പോസിറ്റീവായി ശരിക്കും. അതുകൊണ്ട് ആദ്യം അവരോട് താങ്ക്സ്. വളരെ സിമ്പിളാണ്. ഈ സിനിമാ മേഖല വളരെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഇടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യ സിനിമയുടെ പേര് ഒരു പാര ആയതുകൊണ്ടാണോ രണ്ടാം സിനിമയ്ക്ക് വളരെ ലളിതമായ ഒരു പേരിട്ടത്? ഇത് റൈറ്റർ എന്ന പേരല്ലേ, ഞാൻ പേരല്ലല്ലോ. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? കാരണം ആദ്യ സിനിമ വളരെ കഠിനമായിട്ടുള്ള പേരല്ല. ആദ്യത്തെ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു, 2 അക്ഷരമുള്ള പേരായിരുന്നു. കഠിന കടോർമയാണ്ട ഇടഹം എന്ന് പറഞ്ഞ സിനിമയുടെ പേര് ബാപ്പ എന്നായിരുന്നു ടൈറ്റിൽ ഉണ്ടായിരുന്നു. ബാപ്പ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ ഇടാതിരുന്നതിന്റെ കാരണം അതിന് സെൻട്രൽ ക്യാരക്ടർ ബാപ്പ ആയതുകൊണ്ടാണ്, ആ ഇമോഷൻ ബാപ്പ ആയതുകൊണ്ടാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് അത് കണക്റ്റായി പിന്നെ ആൾക്കാർക്ക് വർക്കായിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ആ പേര് ഒഴിവാക്കിയത്. സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ്. പക്ഷെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ മഴ പെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാമോ? ഒരിക്കലും എല്ലാ സീസണും പിടിക്കണല്ലോ. വേനൽക്കാലം വരും, മഴക്കാലം വരും, തണുപ്പ് വരും. കാരണം ഇപ്പൊ മഴക്കാലം, ഇപ്പൊ വേനൽ വരും. കാരണം ധ്യാൻ ചേട്ടൻ സിനിമ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് പടത്തിനെ ഏറിക്കയറ്റുന്നത്, ധ്യാൻ ചേട്ടനെ ഏറിക്കയറ്റുന്ന ആളുകൾ, റിവ്യൂവേഴ്സ്, അശ്വന്തുവൊക്കെ ആയാലൊക്കെ നല്ല അഭിപ്രായം. സുഹൃത്തുക്കളോ അറിയാവുന്ന ആൾക്കാരാണ്. എനിക്ക് ഇന്നൊന്നും ബാധിക്കുന്നില്ല, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ നല്ല സിനിമകൾ വന്നു, വളരെ സന്തോഷം, വളരെ സന്തോഷം. അതെ അതെ. അപ്പൊ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, സാധാരണ
ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ്. ചേട്ടൻ അതൊരു പുത്രിയല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങൾ എങ്ങനെ നേരിടുന്നത്? അത് സത്യം, അത് ഭയങ്കര ടഫ് ചോദ്യം. അതെ അല്ല, ഇതിപ്പം ഈ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും നീ ആത്മാർത്ഥമായിട്ട് ഇത്ര പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ 12ാമത്തെ പടം. ഈ മാസം എത്ര മാസമായി കാണും? 9 മാസം. 9 മാസത്തില് 12ാമത്തെ പടം, അല്ലെങ്കിൽ 10ാമത്തെ പടം. 10 പടം. താങ്ക് യു. 10 വരുന്ന പടമായി. അതിലിപ്പോ പ്രിൻസ്, ഉജ്ജലൻ, പിന്നെ ഏതായിരുന്നു വളം, പിന്നെ വളം, 3 പടം. 10ല് 100. അപ്പൊ 100ല് കൂട്ടിക്കോ മാർക്ക്. 100ല് 30. ജസ്റ്റ് പാസ്. 28 പാസ്. സോറി, പാസ്സല്ലേ? അപ്പൊ ജസ്റ്റ് പാസ് ഇരിക്കുക. അപ്പൊ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും ഇല്ല. അതിന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് പാസ്സായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമായി സിനിമകൾ ചെയ്യുന്നു. ഞാൻ ഇവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇവര് വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷനൊന്നും സിനിമയോട് ഇല്ലാത്ത ഒരാളാണ്. വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല. കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ്. ഒരു വേനൽക്കാലം വരുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ലാദിക്കുന്നില്ല. അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും. നീ ചിലപ്പോ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ്. അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ? ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ്. അതുകൊണ്ടാണ് എന്റെ ഉദ്ദേശം. ഞാൻ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതല്ല. സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ഈ സിനിമ ചെയ്യുന്നത്. എനിക്ക് മോസിന് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മൾ സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ, സിനിമ അതൊന്ന് പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും. ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകൾ നിൽക്കും. പിന്നെ വന്ന് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവരെ പണിയൊന്നും അറിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച ഞാൻ പറയാം. പ്രത്യേകിച്ച് പുതുമുഖ സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയാം പുള്ളി അമ്പലും ബില്ലിനും എടുക്കാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത, അല്ലെങ്കിൽ തീരെ ഓപ്പൺ അല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമ ഞാൻ പറഞ്ഞില്ല, ഒരു പല ഘട്ടങ്ങളിലായിട്ട് വീണു പോകും. ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല. അല്ല, നല്ല സിനിമകൾ ചെയ്യുന്നത് നല്ലതല്ലേ? നല്ലതല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് പോസിറ്റീവാണ്, എല്ലാവരും നല്ലത് പറയുന്നു. അതിനപ്പോ എന്തിനാണ് അത് കണ്ടിന്യൂ ചെയ്തൂടെ? എന്റെ ഒരു ഫോർമൽ നീ എന്റെ 2-3 ഞാൻ എന്റെ 2-3 ഇന്റർവ്യൂ അയച്ചു തരാം. അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ കുറിച്ചുള്ള എന്റെ ഒരു പോളിസി എന്താണെന്നുള്ളത്. നമ്മുടെ പോളിസി ഉണ്ടാവില്ലല്ലോ മനുഷ്യന്. നീ ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും അതിയായ ഇതുകൊണ്ടാണല്ലോ സന്തോഷമുണ്ട്. കാരണം ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ, അതുപോലെ വള, പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയി. കാരണം എന്റെ ലക്ഷ്യമേ അതാണ്. അപ്പൊ കാരണം പുതിയ പേരൊക്കെ അറിയാലോ. ഓക്കെ, താങ്ക് യു. നല്ല സിനിമകൾ ചെയ്യാം. ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ചാടി നടക്കുന്നു. എന്തൊക്കെ ഉറച്ചു ധ്യാൻചേട്ടന്റെ ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്ത ഒരു സ്പേസ് ഉണ്ടല്ലോ. ശരീരമായാലും അല്ലെങ്കിൽ വില്ലനീസ് ആയാലും ശരി. ഇത് യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ എങ്ങനെ ഉപയോഗിക്കണം കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവുമോ? ഞാൻ എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ നീ ഇങ്ങനെ ഇവരെ പോലും ചോദിക്കുന്നത്. അവരെ വല്ലപ്പോഴും കാണുന്നതായിരിക്കും. നിങ്ങൾ ഞാൻ അടുക്കള കാണുന്നതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മൂവി കൊണ്ടുള്ള സമയം നിനക്ക് എത്ര പൈസ കിട്ടി? എനിക്ക് അവിടെ നിന്ന് കുറച്ച് കൂടുതൽ പൈസ കിട്ടി. ഇപ്പൊ നീ ഇപ്പത്തോട്ട് ചാടി. ഞാൻ നമ്മളൊക്കെ ഒരേ ഇതിൽ ഇഷ്ടം ആണോ ഇതിന് ഉത്തരം?
ഇപ്പൊ സലീം ഹോംസിന് ഒരാഴ്ച ചെറിയ മറ്റേ ചിത്രം പടത്തില് വിഷ്ണു വേണം വിഷ്ണു അപ്രിസിയേഷനിൽ മതി മറക്കുന്നുണ്ടോ? അല്ല ഇത് വേറെ വേൾഡില് ഞങ്ങളുടെ വേൾഡിലെ കുറച്ച് കഥകളാണ്. അപ്രിസിയേഷനിൽ മതി മറക്കുന്നുണ്ടോ? ആര് നീ എടാ ഒരു മാസം മുന്നെയാണ് നീ നമ്മള് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ നിന്നോട് ചോദിച്ചു നീ എത്ര ദിവസം ഞാൻ ഇനി എവിടെയാണ് നനഞ്ഞാണ് നീ ഏഷ്യാനെറ്റില് വിഷ്ണു നിർത്തും. ആ ഓക്കെ. ഇപ്പോ നമ്മുടെ ഒരു സോങ്ങിൽ ഉപയോഗിക്കുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ രണ്ട് ഒരു സീ വാട്ടർ മെലഡി യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രേമക്കത്ത് പാട്ടിനകത്ത് ഒരു ആടിന്റെ കരച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു എലമെന്റ് ആയിട്ട്. സോ ഇപ്പൊ വളയിലായാലും അങ്ങനത്തെ സൗണ്ടുകൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇതിനു വേണ്ടി മാത്രം ഒരു സൗണ്ട് സ്കേപ്പിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം, അങ്ങനെ ആറാറ് വേറെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സൗണ്ട് എലമെന്റ്സ് ഇൻവൈവ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ടൈം അങ്ങനെ ഡിവോഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. ഞാനത് ആ സൗണ്ട് എലമെന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വേർഡ് ക്രിയേഷൻ ആണ്. ഇപ്പൊ വള കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളക്കകത്ത് വള വിസ്പർ ചെയ്യുന്ന പോലത്തെ സൗണ്ട് ഫീമെയിൽ വോയിസിനെ കൊണ്ട് വിസ്പർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വള എവിടെയൊക്കെ നമ്മൾ കാണിക്കുന്നു, സോ ആ വള കാണുന്ന ആളെ അട്രാക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റിക് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പല പടങ്ങളിൽ അങ്ങനെ ആവശ്യമുള്ള പടങ്ങളിൽ അങ്ങനെ അതൊരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മ്യൂസിക്കൽ സ്പേസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ സിനിമകളിൽ. അപ്പോൾ സൈലൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഞാനത് ഉപയോഗിച്ച് നോക്കാറുണ്ട്. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. അതിന് കൂടുതൽ മ്യൂസിക്കിന്റെ ആവശ്യം വരാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ആ ഒരു ക്യാരക്ടർ നമ്മൾ കണ്ടാണ്. അതേപോലെ തന്നെ വളയിലേക്ക് വരുമ്പോഴും ലുക്ക് ചെയ്ത ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് കാണുന്ന സമയത്ത് അറിയാതെ കൈയടിച്ചു പോകും. അപ്പൊ ഒരു ഞാനും കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കറക്റ്റ് ആണ്. നീ അത് പറയാതിരിക്കുന്ന കൈയടി കൊടുക്കും. അപ്പൊ അതിന്റെ ഇപ്പൊ നമ്മൾ ലുക്ക് 1.5 വർഷമൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ ട്രെയിൻ ചെയ്തിട്ടാണ് അതിന്റെ ക്യാരക്ടർ ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ പെട്ടെന്നാണ് ബാക്ക് ടു ബാക്ക് സിനിമകളും ലുക്കിന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ സിനിമയിൽ അത്യാവശ്യം സമയം ഉണ്ടാവാറുണ്ട് അടുത്ത സിനിമ വരാൻ. പക്ഷെ ഇത് യാദൃശ്ചികമായിട്ട് ഡേറ്റ് ഒക്കെ ഞങ്ങളോട് പ്രശ്നമായപ്പോ നമ്മള് ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഈ സിനിമക്ക് വരേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായി. അല്ല അതിനൊന്നുമില്ല. അത് ഉറപ്പായിട്ട് ആഗ്രഹം വരാം. ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. രാജേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ആസ് എൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കെപ്പോ എല്ലാ കാര്യത്തിനും എന്തിലൊക്കെ ചോദിച്ചാലൊക്കെ മറുപടിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാജുലേഷൻസ് മൈ ബോയ് നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കുന്ന മനുഷ്യനാ ആലോചിച്ചു. ഉള്ള എല്ലാ പടം ഹിറ്റാ അല്ലേ? അപ്പൊ ഇതും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും സിനിമ നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലുക്കുവിന്റെ ഒരു ജേണി. അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പൊക്കി പറഞ്ഞു. അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ, ഒരുപാട് പേര് പുറത്തുണ്ട്. ഇവരെയൊക്കെ വന്ന് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ നിന്ന് വന്ന ഒരാളാണ് ലുക്ക്. മനസ്സിലായി? അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നെപ്പോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാറ്റ് ബെയറേഴ്സ് ആയ ശ്രീനിവാസൻ ഉൾപ്പെടെ മറ്റേ കൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത്. അപ്പൊ പണ്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് താഴെ കമന്റ് ഇടും. ഏത് ഇല്ലടാ ഫോട്ടോന്റെ താഴെ എല്ലാം എന്തൊക്കെ ഇടുമ്പോ താഴെ സൂപ്പർ അങ്ങനെ ലൈക്ക് കിട്ടിയിട്ടില്ലേ?
മെസ്സേജ് അയക്കുക. ഡയറക്ടേഴ്സിന്റെ ബർത്ത്ഡേക്കൊക്കെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ പറയും 12 മണിക്ക്. അപ്പൊ പെട്ടെന്ന് റിപ്ലൈ അപ്പൊ അവിടുന്ന് ആലോചിച്ചു അവിടുന്നൊക്കെ ശ്രദ്ധ പിടിച്ച് ആൾക്കാരെ സംസാരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ക്രിസ്ത്യാനാണ് ഇഷ്ടം ചോദിച്ചത്. അത് ഭയങ്കര ടഫ് ചോദ്യമാണ്. ഒന്ന് ഇപ്പൊ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ആ ചോദ്യം. എനിഡേ മെസ്സിയാണ് ഗവൺമെന്റ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും കഴിവില്ലാത്ത ഒരു ഗോഡ് ഗിഫ്റ്റഡ് ആണ് മെസ്സി എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ക്രിസ്ത്യാന അങ്ങനെ ഗിഫ്റ്റഡ് അല്ല എന്ന് തോന്നിയിട്ടുണ്ട്, ട്രെയിൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് നെയ്മറാണ് ഇഷ്ടം. ചോദിച്ചില്ല. ലമീൻ യമാൽ ഇഷ്ടമാണ്. ലുക്ക് ഒരു ഹാർഡ് കോർ നെയ്മർ ഫാൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെസ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത്.